അമ്പാടി ഇത് കുടിക്കേ. ഞാൻ അടി തരും നിനക്ക്. അമ്പാടി പനി കുറയണ്ട. ഇവിടെ വരാ. ഇവിടെ വാ അമ്പാടി. അത് സ്കൂളിൽ പോകാതെ പഠിക്കണ്ടേ? പിന്നെ എടാ ഇവിടെ വാ അമ്പാടി. അമ്മ ദേഷ്യ സ്വഭാവം മാറി അറിയാലോ. കണ്ണുറക്കടാ. ഇവിടെ വാടാ. ഇവിടെ വാ അമ്പാടി. ഞാൻ അവിടെ വന്ന് അടി തരും. എടി എന്താ അവിടെ പ്രശ്നം? എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ്? നിങ്ങൾ പോയിട്ടേ ഒരു കയറ് പോലെ എടുത്തിരുന്നോ? കയറാ? എന്തിന് കയറ്? ഇവനെ കൈയും കാലും കെട്ടിയിട. ആട്ടിൻകുട്ടിയല്ല, നീ പോത്തും കുട്ടി. തമാശക്കൊക്കെ നല്ല രസമുണ്ട്, ചിരിച്ചോളൂ. അല്ലാണ്ട് ഇവൻ എന്ത് പറയും? അവൻ പറഞ്ഞല്ലേ കറക്റ്റ്. അവൻ പോത്തുംകുട്ടിയാണെങ്കിൽ അവന്റെ അമ്മ എരുമിയും അച്ഛൻ പോത്തും ആവണ്ട, എന്നാലും അവൻ പോത്തുംകുട്ടിയാവുള്ളൂ അല്ലേ? എന്റെ മോൻ മിടുക്കനാണ്. അല്ല എന്താണ് പ്രശ്നം? എന്താണ് ഇപ്പൊ ഇവിടെ? ഈ മരുന്ന് കുടിക്കണല്ലോ, കണ്ട പനി മാറണ്ടേ? സ്കൂളിൽ വരണ്ടേ? മരുന്ന് കുടിക്കണോടാ അമ്പാടി. നിങ്ങളൊരു കാര്യം ചെയ്യും, പിടിച്ചോട്ടാ. ഞാൻ പോയി കയറെടുത്തിട്ട്. എന്തിന്? അയ്യോ നീ പോലീസിനെ വിളിക്കോ? ഉണ്ട്. അയ്യോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ. സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കല്ലേ? അതിന് മാത്രം വളർന്നിട്ടില്ല നീ. അങ്ങനെ പറയാൻ പാടില്ല. മരുന്ന് കുടിക്കണം. നല്ല മോൻ, നിങ്ങളുടെ അതേ സ്വഭാവം തന്നെ. അച്ഛൻ മരുന്ന് അവിടെ കൊണ്ടുപോയി. ഇതവിടെ കൊണ്ടുപോയിക്കണം. നിന്നെ കുടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടാ. പിന്നെയല്ല നിന്റെ അച്ഛനെ വരെ ഞാൻ മരുന്ന് കുടിച്ചില്ലെങ്കിൽ അമ്മ അച്ഛനെയാണ്. അച്ഛൻ കുടി. അച്ഛനല്ല ചുമയും പനിയൊക്കെ ഉള്ള നിനക്കല്ലേ കുടിക്കണ പോലെ കാണിച്ചാ. കാണിക്കാനൊന്നുമില്ല, ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നീ ഇങ്ങനെ വാ തുറക്കണം. അങ്ങനെ വാ തുറന്നിട്ട് അച്ഛൻ കാണിക്കും. എടാ വാ തുറക്കണം, എന്നിട്ട് ഇങ്ങനെ വെക്കണം. നീ എന്ത് കാണിച്ചപ്പോ? തട്ടി ഞാൻ ഒട്ടെണ്ണ തരും. ഇതാണ് നിങ്ങൾ പറഞ്ഞത്. അവനല്ല അവന്റെ തന്തേനെ കുടിപ്പിക്കുമോ? ഇപ്പൊ കുടിപ്പിച്ചല്ല. എന്താണ് അതല്ലേ ഞാൻ പറഞ്ഞേ, ഇത് അഴുക്ക മരുന്നാണെന്ന്. അമ്പാടി മര്യാദക്ക് കുടിച്ചോ, ഇല്ലേ ഞാൻ ഇപ്പൊ മാമനെ വിളിക്കാൻ പോവാ. മാമൻ ഗുണ്ടേ? മാമൻ കൊണ്ടേന്നല്ലേ കൊണ്ടാ ലുക്ക് ഉണ്ടെന്നുള്ള പോയിട്ട് ഓരോന്ന് പറഞ്ഞ് ഇതാക്ക് കേട്ടാ. ചേട്ടാ ഇവ 1-ാം ക്ലാസ്സിലാണ് ആയത്. ഇപ്പൊ നീ തറന്നല്ല പറഞ്ഞ വലുതാമ എന്തായിരിക്കും? അമ്പാടി എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് ഭക്ഷണം മര്യാദക്ക് കഴിക്കണം. അന്നേരം മുന്നേ എന്റെ സ്വഭാവം എടുക്കരുത്. ഞാൻ ചോറിലെടുത്തോണ്ടല്ലോ താഴെ വെക്കണ ചന്തി മുന്നൊരു പീസ് പോകും. ഞാൻ പറഞ്ഞേക്കാം. നീ കഴിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ കുടിക്കാം. എന്നാ കരോളിന് വിടോ? ഇല്ല കരോളിനൊന്നും പോകാൻ പറ്റൂല. ഈ പനിയും ചുമയും വെച്ചിട്ടാമ്പാടി ഈ മഞ്ഞത്ത് കരോളിന് പോണത്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അമ്മ തല തൊട്ട് സത്യന്തി എന്നെ ക്രിസ്മസ് കരോളിൽ വിട്ടില്ലെങ്കിൽ തല പൊട്ടും. അയ്യടാ വേണ്ട, ഇങ്ങനെ നിങ്ങളുടെ തല തൊട്ട് സത്യം ചെയ്തോ. സത്യം ചെയ്യാനൊന്നും പറ്റൂല. ഇന്ന് ആമ്പാടി കരോളിനും പോളിലും ഒന്നിനും പോളില്ല. മര്യാദക്ക് മരുന്ന് കുടിക്കണം. പനി മാറിയാലേ മഞ്ഞത്ത് പോവാൻ പറ്റുള്ളൂ. നീ മരുന്ന് കുടി. നിങ്ങളിത് പിടിച്ചാണ് അമ്പാടിയേ എന്താ കാണിക്കണത്? കൊച്ചിനെ രണ്ടുപേരും കൂടെ കൊല്ലുവോ? എന്തോ കാണിക്കണ കൊച്ചിന്? എന്തോ കൊച്ചിനൊന്നും കാണിച്ചില്ല. കൊച്ചിന് മരുന്ന് കൊടുത്ത് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ വിഷം കൊടുക്കുമ്പോഴല്ലേ തോന്നിയത്? അയ്യോ വിഷമൊന്നും പറയലേ എന്റെ പൊന്നെ. ഞാൻ അത് കേട്ടിട്ടുണ്ട്. എവിടെന്നേലും വിഷം തപ്പി. പക്ഷെ ഞങ്ങൾ ഉറങ്ങുമ്പോ ഞങ്ങളെ വായ എല്ലാം കുറ്റം പറഞ്ഞാണ്. ചെല്ലങ്ങ് വീണ് ഉറങ്ങി. ഇവിടെ എന്തോന്ന് മക്കളെ ഇത്? ഡെയിലി നിന്റെ അച്ഛൻ്റെ അമ്മയിലൊന്ന് വഴക്കും അടിയൊക്കെ തന്നെടാ നിനക്ക്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. എനിക്ക് കൊണ്ട് കളയാൻ തോന്നുന്നു. അമ്പടാ വീര, നീ കൊള്ളാല ആള്. എന്തോന്നടി 24 മണിക്കൂർ കൊച്ചിരിക്കണം നുണ കാണിച്ചോണ്ടിരിക്കുന്നത്? കൊള്ളാം ചേട്ടൻ. ഈ കാണുമ്പോഴത്തെ കൊച്ചു കുട്ടീന്റെ സ്വഭാവമൊന്നും അല്ല അവന്.
ഒരു വക പറഞ്ഞ കേക്കൂല കേട്ടോ, ആരായാലും തല്ലിപ്പോ. പിന്നെ ഈ പ്രായത്തിൽ നിന്റെ സ്വഭാവം എങ്ങനെ ആയിരുന്നു നിനക്ക് വല്ല ഓർമ്മയുണ്ടാ? എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എന്ത് കുഴപ്പമെന്നാ? കയ്യിലേതാ കൈ വെച്ചിട്ട് അടിക്കും, ആ കണക്കായിരുന്നു അവള്. പിന്നെ എന്റെ പൊന്നളിയാ, ഇവളെ കാര്യം പറഞ്ഞ എത്ര ദിവസം വേണോ പറഞ്ഞോണ്ടിരിക്കാം. ഇവനുള്ളത് പോലെ തന്നെ എന്ന് നോക്കിയാലും ചെമയും ചെരങ്ങും മൂക്കൊലിപ്പും. മൂക്കളെ ഒലിപ്പിച്ചിട്ട് നടക്കുന്ന കണ്ടു കഴിഞ്ഞാ അയ്യോ അയ്യപ്പോ കടന്നു. എന്ത് ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അതിനിപ്പോ പറയണത് ഇപ്പൊ പറഞ്ഞാണ് കുഴപ്പം. അല്ലെ ഇവക്ക് അസുഖം വരുമ്പോഴേ നമ്മൾ ആശുപത്രി കൊണ്ടുപോകില്ല. പിന്നെന്ത് ചെയ്യും? വീട്ടിൽ തന്നെ ഉണ്ടോ? അതല്ലെന്ന് അല്ല, ആശുപത്രി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ അസുഖം വന്നാൽ കൊച്ചുങ്ങൾ ആശുപത്രി കൊണ്ടുപോയില്ല. ആശുപത്രി കൊണ്ടുപോകില്ല എന്നേ പറഞ്ഞോളൂ. നമ്മളെ കഷായമാണ് മാറ്റിയിരുന്നത്. കുഞ്ഞുണ്ണി വയ്ക്കുന്നില്ലേ അവിടുത്തെ കഷായം. കഷായോ? ഓ കഷായം എന്ന് വെച്ചാ എന്തുവാ മാമ? ആ കഷായം എന്ന് വെച്ചാ ആയുർവേദ മരുന്ന്. ആയുർവേദ മരുന്നെന്ന് വെച്ചാ എന്തുവാ? അത് കീ കൊടുത്തു പോലെ ചോദ്യം സംശയം തുടങ്ങിയ പിന്നെ നിർത്തി. അത് മാമ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. കേട്ടാ? അപ്പൊ ഈ കഷായാണ് കൊടുക്കാറുള്ളത്? കഷായാണ് കൊടുക്കാറുള്ളത്. അതിൽ രണ്ടുപേരും കഷായക്കാരാണ്. ഞങ്ങൾ സ്ഥിരം കഷായാണ് കുടിക്കാറ്. പക്ഷേ അതിന് രസം എന്ന് പറഞ്ഞാൽ കഷായത്തിന്റെ മൂടി തുറക്കണതും മിന്നായം പോലെ നിൽക്കുന്നവളെ കാണാനില്ല. ഓ പിന്നെ വീട്ടിലെ റൂമിനകത്ത് നമ്മൾ നോക്കും കാണൂല, വെളിയിൽ നോക്കും കാണൂല. കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞ ഒരു പൊട്ടക്കുളമുണ്ട്, അല്ലെങ്കിൽ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ തറവാട്ടി കാണും. അപ്പൊ ആ പൊട്ടക്കുളമുണ്ട്, ആ പൊട്ടക്കുളത്ത് നോക്കും. പൊട്ടക്കുളത്തിലും കാണൂല. നീ എവിടെ പോയി ആളെ കാണാം. ഇവിടെ നോക്ക്, ഒരു ജട്ടി ഇട്ടോണ്ട് ഒരു ജട്ടി മാത്രം ഇങ്ങനെ ഒരു ഓട്ടമാണ്. എലിവാണം വിട്ടോളൂ പീറ്റി ഊഷ തോറ്റു മൗഗ്ലിയുടെ പോലെ. അതെ അതെ അതെ. ഓ പിന്നെ ഓ ഉന്തം. അപ്പൊ ചെറുപ്പത്തിലൊരു പീറ്റി ഉഷ ആയിരുന്നു. ഇപ്പോഴല്ലേ ഇത്തിരി മെനയൊക്കെ വന്നത്. പണ്ട് കാണണം ചൊറിയും ചിറങ്ങും പിടിച്ച്. ഇപ്പൊ പറയണത് ഇപ്പൊ വലിയ സുന്ദരിയാന്ന വിചാരം. ആണല്ല, എന്ത് സംശയം? എന്ത് അല്ല, പഴയ പീറ്റി ഉഷയാണല്ലോ. പീറ്റി ഉഷ എന്ന് വെച്ചാ എന്തുവാണ് മാമ? മിണ്ടാരി വാവേ, മാമത്തി സമാധാനം കൂടും. എന്ത് ചോദിച്ചാ അതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കണേ. അളിയാ ആളിയാ ചേട്ടൻ ആദ്യം മിണ്ടാണ്ടിരിക്കും. എന്ത് ആളിയും പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾ മിണ്ടായിരുന്നാണ്. എന്നാ പിന്നെ ഞങ്ങൾ മൂന്നാളും മിണ്ടണം. നീ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രസംഗിക്ക്. അല്ല, ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നേ. അയ്യോ പണ്ട് പറയട്ടെ അല്ല, പണ്ട് കഷായത്തിന്റെ കുപ്പി കണ്ട ഓടണവളാണ് ഇന്ന് ഈ പാവം ചെറുക്കൻ അവിടെ പിടിച്ചോണ്ടിരുത്തിയിട്ട് വിഷം കൊടുക്കും പോലെ മരുന്ന് കൊടുക്കണത്. അന്നേ ഞാൻ ചെറുതായിരുന്നു, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അമ്മക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞൂടാ. വാവേ മര്യാദക്കിരടി, അവന് മരുന്ന് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അവന് ഞാൻ കൊടുത്തോളാം. നടക്കൂലല്ലേ? നടക്കാത്തെന്ത്? യവന്റെ അമ്മയ്ക്ക് വരെ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് യവൻ. പിന്നെ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അളിയന് അറിഞ്ഞൂടാത്തോണ്ടാണ്. ആര് പറഞ്ഞ് അറിഞ്ഞൂടാന്ന്? നിങ്ങൾ ഇന്നലെയാണ് അവനെ ആശുപത്രി കൊണ്ടുപോയത്. അവന് ചുമയുണ്ട്, അലർജി ഉണ്ട്, ചെറുതായിട്ട് പനിയുണ്ട്. 21 ദിവസം മരുന്ന് കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാം അറിയാം അളിയനെ. പിന്നെ അറിയാതെ ഡെയിലി 2 നേരം വെച്ച് എന്നെ വിളിക്കൂ. പിന്നെ ഞാൻ കാര്യങ്ങൾ പറയൂലേ. എന്റെ പൊന്നൂനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴേ മാമൻ പൊന്നൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, എന്തോ വലിയ കാര്യമായിട്ട് പുതിയ പിന്നെ വേറെ ആർക്കടാ? ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടമാണ്. അത് മാമന് അറിയാലോ, അതുകൊണ്ടല്ലേ വാങ്ങിച്ചോണ്ട് വന്നത്. പിടി വാങ്ങിച്ചോടാ. ഐസ്ക്രീം ആണ് അളിയൻ വാങ്ങിച്ചോണ്ട്. ഓ കൊള്ളാം. ബുദ്ധിവിവരമില്ലാത്തൊരു ചേട്ടനുണ്ട്. അതിന് അങ്ങനെ പറയണം. പിന്നെ അല്ലാണ്ട് അത്യാവശ്യം സാമാന്യ ബുദ്ധിയും ബോധം വിവരം ഉണ്ടെങ്കിൽ ഇമാരി പണി ചെയ്യും. എന്തോ കേട്ടാ അതെന്താ അളി അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലേ, ഇപ്പം ഞാൻ പിന്നെ പറഞ്ഞാണ്ടല്ലോ. അല്ല അളിയൻ പറ, എന്താണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്തോന്നു? എന്റെ എടി നിനക്ക് എന്താണ്? നിനക്കും വെളിവില്ലേ? നിന്റെ ചേട്ടനും വെളിവില്ലേ? വീട്ടുകാർക്ക് മൊത്തം ഇങ്ങനെയാണ്. എന്തോന്ന് കേട്ടാ കാര്യം പറ. ഈ കൊച്ചിന് പനിയാണ്, 21 ദിവസം മരുന്ന് കൊടുക്കണം, അലർജിയാണ്, ചുമയാണെന്നൊക്കെ അളിയൻ അറിഞ്ഞൂടെ? പനിയും ചുമയുള്ള കൊച്ചിന് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം? ആണോ? നീ പറ. വരുന്നവർക്കും പോണവർക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 രൂപ 100 രൂപ ചെലവാക്കി ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി. രാത്രിയും പകൽ കിടന്ന് ചുമയ്ക്കുമ്പോൾ രാത്രിയും പാതിരാത്രി നെട്ടോട്ടം പിടിച്ച് വണ്ടി വിളിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടത് ഞാൻ. ഡോക്ടറെ വാതിലുമ്പോൾ മുട്ടി തട്ടി വിളിച്ച് എനിപ്പിച്ച് അയാളുടെ വായിലിരിക്കുന്നത് കേട്ട് കയ്യിലുള്ള കാശ് കൊടുത്ത് മരുന്ന് മേടിക്കേണ്ടത് ഞാൻ. പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോ വേറൊന്നും പറയാനില്ല. വാങ്ങിച്ചോണ്ടെന്നവരെന്നെ സംഭവം കൊണ്ടുപോയാൽ കൊണ്ട് പൊക്കോണം. അത്രേ ഉള്ളൂ, പൊക്കോണം. അത്രേ ഉള്ളൂ. ഓർത്തില്ല. വയ്യാതിരിക്കല്ലേ ഏട്ടാ, പനിയായിട്ടിരിക്കുമ്പോഴാണ് കൊണ്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാമ വിഷമം എനിക്ക് വേണ്ട. അന്ന് വയ്യാത്തോണ്ട് പറഞ്ഞിരിക്കുന്നത്, അത് പോട്ട്, വിഷമിക്കണ്ട. എനിക്ക് വിഷമമൊന്നുമില്ല, മാമ എടുത്തു. അളിയെ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല സത്യം.
ചേട്ടാ പിന്നെ വയ്യാതിരിക്കണ കൊച്ചിനെ അത് കൊണ്ട് ചേട്ടന്റെ മക്കൾക്കാണെങ്കിൽ ചേട്ടൻ കൊടുക്കുവോ? പിന്നെ അളിയൻ പറഞ്ഞത് മാത്രം ചേട്ടൻ കേൾക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ മിണ്ടിയില്ലെന്ന് വെച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുള്ളതുകൊണ്ടല്ലേ നമ്മളും കൂടെ ശ്രദ്ധിക്കണ്ട ചേട്ടാ, നമ്മളെ കൊച്ചല്ലേ. ഇനിയിപ്പോ അത് പോട്ട്, കുഴപ്പമില്ല. അതിന് പോട്ടെ, അതിന് വിഷമിക്കേണ്ട. അത് പോകുമ്പോ കൊണ്ടുപോ, അവിടെ വച്ചിരുന്ന അവ എടുത്ത് കഴിക്കും. അവ അങ്ങനെയൊക്കെ പറയാം, അവസാനം അവ എടുത്ത് കഴിക്കും. ചേട്ടാ പോകുമ്പോ എടുത്തോണ്ട് പോയത് ഞാൻ ചായ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. പോട്ടെ ഇനിയിപ്പോ. ഇറങ്ങി പൊയ്ക്കോളൂന്നൊക്കെ പറഞ്ഞത് മക്കളെ, എന്നാലും നിന്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഇറങ്ങി പോവാൻ പറഞ്ഞല്ലടാ. മാമ ഇതൊന്നും ഓർത്തില്ലടാ. മാമ എനിക്ക് വേണ്ട, മാമൻ കഴിച്ചു, ഞാൻ കഴിക്കണില്ല. മാമൻ കുഴപ്പമില്ല. സത്യമായിട്ട് മക്കളെ, മാമൻ കരയുണ്ട്. മാമ ഇത് ഓർത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നേരം. മാമന് ഭയങ്കര വിഷമമായപ്പോടാ എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ. പോണ മക്കളെ, പോട്ട് കുഴപ്പമില്ല. മാം പോണ. ഈ അച്ഛൻ്റെ അമ്മ ഒരു കാര്യം. വിട്ടുകാളാ ബ്രോ. ആ ലക്ഷ്മിണ്ട അമ്മ അച്ഛനും അങ്ങനെയൊക്കെ എന്നെ. എന്നാലും നിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞോളഞ്ഞല്ലടാ ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട. ബ്രോയിന്റെ സങ്കടമായ ഒരു കാര്യം പറയട്ടെ ബ്രോ. നമുക്കൊരു ക്രിസ്മസ് കാരോളിന് പോയാലോ? മഞ്ഞ്, തണുപ്പ്, ഡാൻസ്, പാട്ട്. ഈ വയ്യാതിരിക്കണ നിന്നെയും കൊണ്ട് ഞാൻ ഈ തണുപ്പത്ത് ക്രിസ്മസ് കരോളിന് പോകണം. എന്നിട്ട് വേണം നിന്റെ അച്ഛനും അമ്മയും കൂടി ഇപ്പൊ തന്നതിന്റെ ബാക്കി കൂടെ തരാൻ. അവര് പലതും പറയും ബ്രോ, അതൊക്കെ വിട്ടുകളാ. പറഞ്ഞ മനസ്സിലാവില്ല അമ്പേടി നിനക്ക്. വയ്യാതിരിക്കുമ്പോഴാണോ പുറത്ത് പോണത്? അമ്മയച്ഛനും പറഞ്ഞതില്ലേ ശരി. നിനക്ക് അസുഖമൊക്കെ മാറട്ട്, എന്നിട്ട് നമുക്ക് പുറത്ത് പോവാം. എനിക്ക് അതിൽ ഇവിടെ ക്രിസ്മസ് ട്രീയും ഇല്ല, ക്രിസ്മസ് കരോളും ഇല്ല, ഇവിടെ ഒരു സ്റ്റാർ പോലും ഇല്ല. മാമ പ്ലീസ് മാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഏർപ്പാടാ മഞ്ഞോളാതെ. മാമ എന്റെ ഫ്രണ്ട് അല്ലേ, എനിക്ക് അത് ആരുമില്ല. ഇവിടെ മക്കളെ, നീ ഞാൻ പറഞ്ഞാ കേളടാ. നിനക്ക് സുഖമില്ലാത്തതല്ലടാ, വയ്യാത്തല്ലേ, അതുകൊണ്ടല്ലേ മാമൻ പറയുന്നത്. നിനക്ക് പനിയല്ലേ, പനി വരുമ്പോൾ പുറത്ത് ആരെടുത്തും പൊയ്ക്കൂടാ. മനസ്സിലായാ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. പിന്നെ മാമ എന്റെ അടുത്ത് വീട്ടിൽ പറഞ്ഞ എന്തിനു? മാമ ഇറങ്ങിപ്പോ ഐസ്ക്രീമും കൊണ്ട്. Wish you a Merry Christmas, wish you a Merry Christmas, wish you a Merry Christmas, Happy Christmas. Wish you a Happy Christmas. Christmas and a Happy New Year. A Happy New Year. A Happy Christmas and a Happy. ഹായ്. അയ്യോ സന്തോഷായല്ലോ അമ്മടി കുട്ടനെ. അയ്യോ ഇത്രയധികം ഗിഫ്റ്റാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തോരം ഗിഫ്റ്റാ. ക്രിസ്മസ് കരോളില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ വന്നത്. എന്തായാലും നന്നായി. വെൽക്കം വെൽക്കം. അത് വരണ വഴിക്ക് പഞ്ചറായി പോകും. അപ്പൊ ഡാൻസ് കളിക്കണ്ടേ? കരോള് വന്ന് കാശെടുകമ്പാടി. ചില്ലറ വേണ്ട നോട്ടുകൾ മാത്രം മതി. കരോള് വന്ന് കാശെടുകമ്പാടി. ചില്ലറ വേണ്ട നോട്ടുകൾ മാത്രം മതി. മോനെ അമ്പാടി കേക്ക് വേണ്ടേ? ഹാപ്പി ക്രിസ്മസ്. ഓർക്ക പറയേ. വെൽക്കം. അമ്മ എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ കേക്ക് കട്ട് ചെയ്യണം.
എന്താ നിങ്ങൾ ഒന്ന് നിൽക്കും ഒരു കേക്ക് കട്ട് ചെയ്യാൻ അതൊരു സന്തോഷല്ലേ പിന്നെന്താ എങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം വാ. ഓ, വായോ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം ഹായ് കേക്ക്. ആഹാ നല്ല അടിപൊളി കേക്ക് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് പാപ്പ ഇത്രയും നല്ല കേക്ക് കൊണ്ടുവരുന്നത് ഞാൻ അപ്പൊ കേക്ക് കട്ട് ചെയ്യാം അയ്യോ ഇതിപ്പോ എങ്ങനെ കഴിക്കും താടി മീശം വെച്ചിട്ട് എങ്ങനെയാണ് ക്രിസ്മസ് പാപ്പ കഴിക്കുക ഇതൊന്നും ഊര് കേക്ക് കഴിക്കണ്ടേ അയ്യോ അയ്യോ ചേട്ടാ ഓ ഇത് അയ്യോ അളിയാ ഹാപ്പി ക്രിസ്മസ് പിന്നെ അളിയാ വേറൊരു കാര്യം ഞാൻ നേരത്തെ മനഃപൂർവ്വം പിണങ്ങി പോകാൻ വേണ്ടി പറഞ്ഞൊന്നും ഓ, പിന്നെ അതൊക്കെ ചേട്ടന് മനസ്സിലായിക്കോളും. അല്ല അതൊന്നും കുഴപ്പമില്ലെന്നേ ആദ്യം കേട്ടപ്പോ എനിക്കൊരു ചെറിയ വിഷമൊക്കെ തോന്നി പക്ഷെ കുറച്ച് ചിന്തിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞാണ് ശരി പക്ഷെ എന്നെ വേദനിപ്പിച്ചത് എന്റെ മോൻ പറഞ്ഞൊരു ഡയലോഗായിരുന്നു അയ്യോ നീ എന്ത് പറഞ്ഞു അയ്യോ അവന് കുറ്റമായിട്ടൊന്നും പറഞ്ഞല്ല അവൻ പറഞ്ഞു അവന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നിട്ടാണ് അവന് കരോള് കാണാൻ പറ്റുന്നില്ല വെളിയിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിട്ടിയ ആൾക്കാരെ കൂട്ടി ഇങ്ങ് പോകുന്നതാണ് അല്ല ഞാൻ അപ്പൊ ഇവന്റെ സെന്റിന് മാമൻ വീണ് ഇല്ല ഞാൻ വിചാരിക്കും ചെയ്യും സാധാരണ കരോളിന് കൂടെ വരുന്നത് പിള്ളേരല്ലേ ഇതൊക്കെ ഇച്ചിരി മുതിർന്ന ആൾക്കാര് അയ്യോ ഞാൻ പിള്ളേരൊക്കെ നോക്കി പിള്ളേരൊക്കെ പലതും പല ദിക്കിൽ പോയിക്കുന്നു പിന്നെ ഇത് ബെവറേജ് ക്യൂ എന്നൊരാൾ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടോന്ന് എന്തോന്ന് അല്ല അത് ശരിയാക്കാം നമുക്ക് എന്തായാലും സംഭവം ഉഷാറായി എങ്ങനെയുണ്ട് മോനെ സന്തോഷായില്ലേ? സന്തോഷായില്ലേ പിന്നെ അടിച്ചു പൊളിക്കേ. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഹാപ്പി ക്രിസ്മസ് പറയാം ആ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്